കൗസുഭശ്രീ വിളങ്ങം തിരുമാറിൽ ഒത്തുചേർന്നുള്ള യജ്ഞോപവീതവും ശംഖുചക്ര ക്ഷുരിക ശൂലം ചാപം ബാണം നൽഖണ്ഡക ചർമ്മങ്ങൾ ഇങ്ങനെ. ഭഗവാന്റെ തിരുസന്നിധിയിൽ നിന്നുള്ള അനന്തൻ തുടരൂ. ഈ തിരുസന്നിധിയിൽ ഈ ദീപാരാധന സമയത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമാണ്. അങ്ങനെ ഭാഗ്യം ചെയ്ത എത്രയോ പേർ. ഇനിയിപ്പോൾ ഈ ദീപാരാധന കഴിഞ്ഞാൽ ദീപാരാധന പൊന്നമ്പലമേട്ടിൽ നടക്കും. അത് കാണാൻ വേണ്ടി ലക്ഷങ്ങളാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ ശബരിമല സന്നിധാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഏതാണ്ട് 1.5 ലക്ഷം പേര് തന്നെ പാണ്ടിത്താവളത്തും ഈ ശബരിമല സന്നിധാനത്ത് എവിടെയൊക്കെ നിന്നാൽ പൊന്നമ്പലമേട്ടിലെ ആ ദീപാരാധന കാണാമോ, മകരവിളക്ക് കാണാമോ, അവിടെയൊക്കെ തമ്പടിച്ചിട്ടുണ്ട്. എല്ലാവരും അവിടെ തിങ്ങി നിൽക്കുകയാണ്. ഒരു ഇഞ്ച് പോലും, ഒരു പൂഴി പോലും നിലത്ത് വീഴാത്തത്ര അയ്യപ്പ ഭക്തരുടെ ജനനിബിഡമായ കാഴ്ചയാണ് ഈ കാഴ്ച കാണാൻ സാധിക്കുന്നത്. ഓരോ ആൾക്കാരും ആ പൊന്നമ്പലമേട്ടിലേക്ക് അവർക്കറിയാം ഇവിടുത്തെ ദീപാരാധന കഴിയുകയും അവിടുത്തെ മണിശബ്ദം കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുക എന്ന് ഇവിടെ നിൽക്കുന്ന ഓരോ ഭക്തന്മാർക്കും അറിയാം. പക്ഷെ അവരുടെ എല്ലാം കണ്ണുകൾ ആ പൊന്നമ്പലമേട്ടിലേക്കാണ്. അവിടെ തെളിയുന്ന ആ ദിവ്യ ജ്യോതി കാണുന്നതിന് വേണ്ടിയാണ് സ്വാമിയെ ശരണമയ്യപ്പ. ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുക. മാതൃഭൂമി ന്യൂസിലൂടെ ഈ ദിവ്യമായ നിമിഷങ്ങൾ കാണുന്ന, ഈ അനുഭൂതി കാണുന്ന ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുക. കാരണം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരേ സമയം ശബരിമല ശ്രീകോവിലിലെ ദീപാരാധന കാണാനും ഒപ്പം തന്നെ പൊന്നമ്പലമേടും കാണാം. ഈ ദീപാരാധന കഴിഞ്ഞാൽ ഉടനെ എല്ലാ കണ്ണുകളും പൊന്നമ്പലമേട്ടിലേക്ക് തിരിയും. അവിടെയാണ് ആ 3 തവണ മഹാജ്യോതി, മഹാദീപാരാധന, മഹാദീപം പ്രത്യക്ഷപ്പെടാൻ. തീർച്ചയായിട്ടും മഹാദീപം കാണുന്നതിന് വേണ്ടിയാണ്, മഹാദീപക്കാഴ്ച കാണുന്നതിന് വേണ്ടിയാണ്. ആദ്യത്തേത് ഒരു ചെറിയ കാഴ്ചയായിരിക്കും, രണ്ടാമത് അല്പം കൂടി ഒരു തെളിച്ചമുള്ള കാഴ്ചയായിരിക്കും, മൂന്നാമത്തെ കാഴ്ച എല്ലാവർക്കും കാണുന്ന തരത്തിലേക്കുള്ള ഒരു കാഴ്ചയായിരിക്കും. ആ മണിശബ്ദം മുഴങ്ങുന്നുണ്ട്. സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ശരണമന്ത്രങ്ങൾ മാത്രം സോപാനത്ത് മുഴങ്ങുമ്പോൾ നമുക്ക് ഒന്നുകൂടി അറിയാം എന്തൊക്കെയാണ് അയ്യപ്പന് വേണ്ടി ആ പന്തളത്തരജൻ, പന്തളത്ത് രാജാവ് കൊടുത്തുവിട്ടതെന്ന് അറിയണ്ടേ. ആ തിരുവാഭരണ പേടകത്തിൽ, പ്രധാന പേടകത്തിൽ, ആ വലിയ പേടകത്തിൽ വീരാളി പട്ടനാണ് പൊതിഞ്ഞു കൊണ്ടുവന്നത്. അതിൽ അയ്യപ്പന്റെ ഇന്ദ്രനീലക്കല്ല് പതിച്ച കിരീടമടങ്ങിയ തിരുമുഖമുണ്ട്, വാഹന സങ്കല്പമായ ആനയുണ്ട്, കുതിരയുണ്ട്, വലംപിരി ശംഖുണ്ട്, വെള്ളികെട്ടിയ വലംപിരി ശംഖാണ്. മുറജപത്തിന്റെ ഭാഗമായി ലക്ഷാർച്ചന നടക്കുമ്പോൾ അതും ഒരേ ദിവസം ശ്രീപത്മനാഭൻ ലക്ഷാർച്ചനയിൽ തിളങ്ങുന്ന നേരം അതേ പ്രഭയോടെ അങ്ങ് ശബരിമലയിൽ അയ്യപ്പനും. തീർച്ചയായിട്ടും അങ്ങനെ ലക്ഷാർച്ചന നടക്കുന്ന സമയത്ത് സ്വർണ്ണപ്രഭയിൽ ലക്ഷാർച്ചനയല്ല ശതകോടികളുടെ ശരണം വിളികൾ തിളങ്ങി നിൽക്കുകയാണ് ഈ ശ്രീകോവിൽ, ഈ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ. ഈ ശരണം വിളികൾ മാത്രമാണ് ഈ പൂങ്കാവനത്തിൽ ഇപ്പോൾ ഉയരുന്നത്. ഇനി ദീപാരാധന സമയത്ത് അത് അത്യുച്ചത്തിലാകും. അത് കഴിഞ്ഞ് കുറേ നേരം നിശബ്ദതയാണ്. പിന്നീട് ആ നിശബ്ദമായ എല്ലാ നോട്ടവും പൊന്നമ്പലമേട്ടിലേക്കാണ്. പൊന്നമ്പലമേട്ടിൽ ആദ്യ ദീപം കാണുന്നതോടുകൂടി തന്നെ പിന്നീട് ഒരു ഒറ്റ വിളിയാണ്, സ്വാമിയെ ശരണമയ്യപ്പ. ഇത്ര ശക്തിയോടെ, ഇത്ര ഗഹനതയോടെയുള്ള ശരണവിളി മറ്റെവിടെയാണ് കേൾക്കാൻ കഴിയുക? ഇവിടെ ഈ ഒരു മലകളുടെ താഴ്വാരത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ശരണം വിളിക്കുമ്പോൾ അത് മറ്റൊലുകൊണ്ട് അതിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കും. ആ സമയത്ത് ഈ 18 മലകളിലും ഉള്ള ദേവതകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മഹാകാളി, രുദ്രകാളി അടക്കം, ഹിഡുംബരടക്കം, സുബ്രഹ്മണ്യ സ്വാമി അടക്കമുള്ള ദേവതകളെല്ലാം തന്നെ എഴുന്നേറ്റ് നിന്ന് തൊഴുത് പൊന്നമ്പലവാസന് മുന്നിലേക്ക് തൊഴുത്, അയ്യപ്പ നിന്റെ ദിനമാണല്ലോ ഇന്ന്, നിന്റെ ദിവസമാണല്ലോ ഇന്ന്, ഉത്തരം പിറന്ന അയ്യപ്പ നിന്റെ ദിവസമാണല്ലോ. യോഗീശ്വരനാണെങ്കിലും സമാധിസ്ഥനാണെങ്കിലും ഇപ്പോൾ അകത്ത് അയ്യപ്പൻ കുഞ്ഞയ്യപ്പനായി മാറിയിട്ടുണ്ടാകും. ഭഗവാന് പിതാവ് കൊടുത്തയച്ച ആ ആഭരണങ്ങൾ കണ്ട് തുള്ളിച്ചാടുന്നുണ്ടാകും. തന്ത്രിയും മേൽശാന്തിയും കൂടി ആ തിരുവാഭരണങ്ങൾ അണിയിക്കുമ്പോൾ കുഞ്ഞയ്യപ്പൻ നിന്ന് തുള്ളിക്കളിക്കുന്നുണ്ടാകും. ആ തിരുവാഭരണവും വാളും പരിചയം ഒക്കെ അണിഞ്ഞ് വിലാളി വീരനായി, വീരമണി കണ്ഠനായി ഇപ്പോൾ അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ അദ്ദേഹം ദർശനം നൽകും. അവരിങ്ങനെ ആ തിരുവാഭരണ ഘോഷയാത്ര വന്നപ്പോൾ അയ്യപ്പത്തിന്റെ അകത്തവും തോം, സ്വാമി തിന്റെ അകത്തവും തോം. അങ്ങനെയല്ല, അയ്യപ്പൻ എന്റെ അകത്ത്, സ്വാമി നിന്റെ അകത്ത് എന്നുള്ള രീതിയിലാണ് പണ്ട് കാലത്ത് പറഞ്ഞുകൊണ്ടത്. അത് പിന്നെ അയ്യപ്പത്തിന്റെ അകത്തവും സ്വാമി തിന്റെ അകത്തവും എന്നായി. അയ്യപ്പൻ എന്റെ അകത്ത്, സ്വാമി നിന്റെ അകത്ത് എന്ന് പറഞ്ഞ് ശരണം വിളിച്ചു വരുന്ന ഒരു കാഴ്ച ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ, എല്ലാവരും തൊഴികൈകളോടുകൂടി തലയ്ക്ക് മുകളിൽ കൈയെടുത്ത് തൊഴുതുകൊണ്ട് നിന്ന് മുകളിലേക്ക് നോക്കുന്ന കാഴ്ചയാണ്. ആ പൊന്നമ്പലമേട്ടിലേക്ക് നോക്കുന്ന കാഴ്ചയാണ് അവർക്കെല്ലാവർക്കും കാണേണ്ടത്. അവിടുത്തെ ദീപാരാധനയാണ്. 3 തവണ മിന്നിമറയുന്ന ആ ദീപക്കാഴ്ച കാണുന്നതിന് വേണ്ടിയാണ്. അയ്യന് വേണ്ടി ഓരോ മലദൈവങ്ങളും ഓരോ മല ദേവതകളും നൽകുന്ന ദീപാരാധനയാണ്. ഓരോ മലകൾക്കും ഓരോ ദൈവങ്ങളുണ്ട്. മഹാദീപാരാധന എല്ലാവർക്കും വ്യക്തമായി കാണാൻ വേണ്ടി മഹാ ആഴി ഒന്ന് കണ്ണടച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അല്പസമയത്തേക്ക് ആ തിരുമുറ്റത്തെ ആഴി ഒന്ന് കെടുത്തും. ആ പുകപടലങ്ങൾ ഇപ്പോൾ അടങ്ങും. അപ്പോൾ അതിനുശേഷം കൃത്യമായി ആ പൊന്നമ്പലമേട്ടിലെ ദീപാരാധന കൃത്യമായി സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിന്നാൽ ആ പുണ്യദർശനം ലഭിക്കും. അതുപോലെ തന്നെ
ഫ്ലൈ ഓവറിൽ നിൽക്കുന്ന അയ്യപ്പ ഭക്തർക്കും അത് കാണാൻ കഴിയും. ഇതുകൂടാതെ പാണ്ടിത്താവളത്ത് ആ കയറ്റത്ത് എവിടെ നിന്നാലും പൊന്നമ്പലമേട്ടിലെ ആ ദീപാരാധന ദർശിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പാണ്ടിത്താവളത്ത് എത്രയോ ദിവസമായി വർണ്ണശാലകൾ കെട്ടി അയ്യപ്പ ഭക്തർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവർ ഇത്രയും ഒരു തരത്തിലുള്ള സൗകര്യവും അവർക്കില്ല. എന്നിട്ടും ആ പൂഴി മണ്ണിൽ ആ കാട്ടുപ്രദേശത്ത് കാട്ടുകല്ലുകൾക്ക് സമീപത്ത് തോർത്തു വിരിച്ച് മുണ്ടുവിരിച്ച് ഒക്കെ അവർ കാത്തു നിൽക്കുകയാണ്. ഒരു അല പോലെ കേൾക്കാം നമുക്ക്. ഒരു അല പോലെ, ഒരു തിരമാല വരുന്നത് പോലെ ശരണമന്ത്രം ഇങ്ങനെ ഉയർന്നുയർന്ന് ഈ മലമടക്കുകളിലൂടെ കേട്ടുവരുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഈ സമയത്ത് ഞങ്ങൾ ജനിച്ച് അങ്ങയുടെ ഭക്തനായി അങ്ങയുടെ ദാസനായി മാറാൻ സാധിച്ചല്ലോ എന്ന് പറയുന്ന ഓരോ ഭക്തന്മാരുമുണ്ട്. അവരൊക്കെ തന്നെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഇവിടെ ദീപാരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെ ആയിട്ടുള്ളൂ. ഭക്തന്മാരെ, ഇവിടെ ദീപാരാധന നടക്കുന്ന സമയത്താണ് ആ പൊന്നമ്പലമേട്ടിലും ദീപാരാധന നടക്കുക, മഹാദീപാരാധന കാണാൻ സാധിക്കുക. പക്ഷേ അവരോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അവരുടെ എല്ലാം മനസ്സിൽ സ്വാമിയാണ്, അവരുടെ എല്ലാം മനസ്സിൽ അയ്യപ്പനാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന എൻ ഗുരുനാഥ അയ്യപ്പ, എങ്ങൾ തോഴ അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന, ഇവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, എല്ലാവർക്കും ഒരേ സ്വരം മാത്രമാണ്. അത് സ്വാമിയാണ്, അത് അയ്യപ്പനാണ്. അയ്യപ്പൻ സത്യമാണ്, അയ്യപ്പൻ പൊരുളാണ് എന്ന് വിശ്വസിക്കുന്ന ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. വൃശ്ചികം 1-ാം തീയതി നട തുറക്കുമ്പോൾ, മാസം 1-ാം തീയതി നട തുറക്കുമ്പോഴൊക്കെ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് വരും. അവർ വ്രതമെടുത്ത് വരും. അവർ അയ്യപ്പ സ്വാമിയെ കണ്ട് മടങ്ങും. പക്ഷേ ഇന്ന് ഈ ദിവസം മകരവിളക്ക് ദിവസം ശബരിമല സന്നിധാനത്ത് എത്തിയിരിക്കുന്നവർ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നവർക്കാണ്. അവർ ഒരേ നിർബന്ധമാണ്, ഞങ്ങൾക്ക് അയ്യപ്പ സ്വാമിയെ ഈ ദിവസമാണ് കാണേണ്ടത്. എത്രയോ പേർ ഈ തിരുവാഭരണം മാത്രം ചാർത്തി അയ്യപ്പ സ്വാമിയെ കണ്ടിട്ടുണ്ടാകാം. അയ്യപ്പ സ്വാമിയുടെ മറ്റൊരു രൂപവും കാണാത്തവരുണ്ടാകാം. തിരുവാഭരണം ചാർത്തി മാത്രം എല്ലാ വർഷവും മുടങ്ങാതെ മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി വരുന്ന എത്രയോ ഭക്തരുണ്ട്. ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, എത്രയോ അമ്മമാർ ഉണ്ടാവാം, എത്രയോ അമ്മമാർക്ക് ആഗ്രഹം ഉണ്ടാകാം അയ്യപ്പനെ ഒന്ന് കാണണം. ഒരു അയ്യപ്പ രൂപത്തിലൊന്ന്, ഏതെങ്കിലും ഒരു രൂപത്തിൽ അയ്യപ്പനെ കാണുമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ അമ്മമാർ, അയ്യപ്പ ഭക്തന്മാരുണ്ടാകാം, ഭക്തകളുണ്ടാകാം. അവർക്കൊക്കെ അവർക്കെല്ലാം ആ മിന്നായം പോലെ കാണുന്ന ആ ദീപാരാധനയുടെ ആജ്ഞയുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിലേക്ക് നമ്മളിപ്പോൾ ഈ എത്രയോ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ മാതൃഭൂമി ന്യൂസിലൂടെ ഈ തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് പറയാൻ പറ്റും, നമ്മൾ അയ്യപ്പ സ്വാമിയുടെ ചാരത്ത് നിന്നുകൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നത്, ഈ അയ്യപ്പ സ്വാമിയുടെ ഈ മകരവിളക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ അയ്യപ്പ ചൈതന്യം കൂടി കലർന്ന ശബ്ദമാണ് മാതൃഭൂമി ന്യൂസിലൂടെ നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നത്. കാരണം തൊട്ടടുത്ത് സോപാനത്ത് നിന്നുള്ള ആ ഇടയ്ക്കയുടെ വാദ്യം, ആ നാദം, അത് നമ്മുടെ തൊട്ടടുത്ത് അതുകൂടി കലർന്നുകൊണ്ടാണ് ഈ ശബ്ദം, നമ്മുടെ ശബ്ദം പോലും പുറത്തേക്ക് പോകുന്നത്. അത് അയ്യപ്പന്റെ ശബ്ദമായി മാത്രം പ്രേക്ഷകരെ കാണുക. ഈ ഓരോ നിമിഷവും ഞങ്ങൾ പറയുന്നത് അയ്യപ്പ മന്ത്രങ്ങളാണ്, നിങ്ങൾ പറയാൻ കൊതിച്ച കാര്യങ്ങളാണ്. ഇവിടെ നിന്ന് അയ്യപ്പ സ്തുതികളോടുകൂടി നിങ്ങളെല്ലാം കാത്തിരിക്കുക. അല്പസമയത്തിനുള്ളിൽ തന്നെ പൊന്നമ്പലമേട്ടിൽ ആ മകര വിളക്ക് തെളിയിക്കും. ആ സമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ ആ മകര നക്ഷത്രം നമുക്ക് കാണാൻ സാധിക്കും. ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറന്ന് ആ ശ്രീകൃഷ്ണ പരുന്തിന്റെ, അതായത് വിഷ്ണുമായയിൽ ലയിച്ചു വന്ന ആ തിരുവാഭരണ ഘോഷയാത്ര, തിരുവാഭരണങ്ങൾ അങ്ങ് ശ്രീകോവിലുള്ളിലേക്ക് ചേർന്നു. പൊന്നയ്യപ്പൻ ഇപ്പോൾ യോദ്ധാവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നമ്പലമേടിന് മുകളിൽ ഉരുണ്ടുകൂടിയ കരിമേഘങ്ങളൊക്കെ ഇപ്പോൾ പടിഞ്ഞാറേ മാനത്തേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് നെറ്റിപ്പട്ടം കെട്ടി ആനകൾ നിരന്നു നിൽക്കുന്നത് പോലെ കരിമേഘങ്ങൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. നെറ്റിപ്പട്ടമെന്ന് ഞാൻ പറയാൻ കാരണം അന്തിമാനത്ത് ആ സൂര്യകിരണങ്ങളുടെ അന്ത്യവെളിച്ചം ആ കരിമേഘങ്ങളുടെ തലയ്ക്ക്, അതെ, ആ തലയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ ഒരു നേർത്ത വെളിച്ചമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത് കാണുമ്പോൾ ശരിക്കും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരെ പോലെ തൃശ്ശൂർ പൂരത്തിന് ആനകൾ അണിനിരുന്നത് പോലെ. ഏതായാലും ഭഗവാന്റെ ഉത്സവമാണ് ഈ നടക്കുന്നത്. മകരവിളക്ക് മഹോത്സവമാണ്. ഈ ഉത്സവം പോലെ എന്തുത്സവമാണ് ശബരിമല സന്നിധാനത്തുള്ളത്. എന്റെ പൊന്നു ഭഗവാനെ, ഇതുപോലൊരു ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും. ഏതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഇതുപോലെ വിശ്വാസമുള്ള, ഇതുപോലെ ആചാരങ്ങളുള്ള, ഇതുപോലെ അനുഷ്ഠാനങ്ങളുള്ള, ഇതുപോലെ ആചാരപ്പെരുമകളുള്ള ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പണ്ഡിതനെന്നോ പാമനെന്നോ ഇല്ല, ഇവിടെ ഒരു ചെറുപ്പമില്ല. ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ലക്ഷപ്രഭുക്കളായിരിക്കാം, കോടീശ്വരന്മാരായിരിക്കാം, ഉന്നത വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം. അവർക്കൊക്കെ ഒരേ ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ, ശരണമയ്യപ്പ എന്നുള്ള മന്ത്രം മാത്രമേ ഉള്ളൂ. ആ മന്ത്രമാണ് അവരുടെ ജീവിത മന്ത്രം എന്ന് പറയുന്നത്. ഒരു ദിവസമെങ്കിലും അയ്യപ്പ എന്ന് വിളിക്കാതെ കിടക്കുന്നതിന് മുമ്പ് എന്നെ പൊന്നയ്യപ്പ കാത്തോണേ, നാളെ രാവിലെ എഴുന്നേക്കാൻ അയ്യപ്പൻ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവരൊക്കെ തന്നെയാണ് ഇവിടെ വന്നു നിന്ന് അയ്യപ്പനെ തൊഴുകൈകളോടുകൂടി അയ്യപ്പനെ ഒരു തവണയെങ്കിലും കാണണം. പലതവണ പല രൂപത്തിൽ പല ഭാവത്തിൽ അയ്യപ്പനെ കണ്ടിട്ടുണ്ടാവാം. സ്വാമിയെ ശരണമയ്യപ്പ, ഇതാ ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്.